വിഷയം അവിടെ അല്ല. ഇന്ന് രാത്രി സ്തോത്രം അബ്രഹാം ദൈവത്തെ കണ്ടപ്പോൾ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവൻ ഇടയന്മാര് പ്രശ്നമുണ്ടായപ്പോൾ അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടോ, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ടോ, നീ എങ്ങോട്ട് പോകുന്നോ സ്തോത്രം ഞാൻ അങ്ങോട്ടില്ല, ഞാൻ വേറെ വഴി പോവാ. സ്തോത്രം. രൂത്തിന്റെ സ്വഭാവമില്ലായിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ ദൈവമേ? അബ്രഹാം പിതാവ് ഇത് പറഞ്ഞു തീരുകയും ലോത്ത് ഒരു കാഴ്ചപ്പാട് കണ്ടു കേട്ടോ. ചില പുള്ളികൾ അങ്ങനെ സ്വത്ര കൂട്ടായ്മയ്ക്ക് വരുമെങ്കിലും സ്വത്രം നല്ലതൊന്നും കാണത്തില്ല, വേണ്ടാത്തതൊക്കെ കാണത്തുള്ളൂ. എത്ര പേരാമേം പറയും? ഇന്ന് രാത്രിയിലും ഈ പട്ടണത്തിൽ ചിലർ സ്വത്രം നല്ലത് കാണാൻ വേണ്ടി വന്നതാണെങ്കിലും സ്വത്രം വേണ്ടാത്തത് കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇന്ന് രാത്രി അവരെ നോക്കിയല്ല ഞാൻ പറയുന്നത്, അവരെ നോക്കി എനിക്ക് പറയാനൊന്നുമില്ല. വിമർശിക്കുന്നവർ വിമർശന ബുദ്ധിയോട് ഇരിക്കുമ്പോൾ വിശ്വസിക്കുന്നവന്റെ മേൽ അനുഗ്രഹം ഇറങ്ങാൻ പോവുക. സ്തോത്രം. വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങാൻ പോവുക. നീ കറുത്ത വേദപുസ്തകം എടുത്തെന്ന് പറഞ്ഞ പലരും പരിഹസിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ, ചില നാളുകൾ പരിഹസിച്ച് വരുമ്പോൾ കറുത്ത വേദപുസ്തകത്തിന്റെ മാറ്റു കൂടും. നിന്ദിക്കപ്പെടും തോറും ഇതിനോട് മാറോട് ചേർത്ത് വെച്ചോണം. എന്തിനാണെന്നറിയാമോ? ഇത് നിന്നെ ഉയർത്താൻ പോവുകയാണെന്നുള്ള വിശ്വാസത്തിൽ നീ ഉറച്ചോണം. സ്വത്രം. മടങ്ങി വരട്ടെ ദൈവത്തിലെ. അബ്രഹാം പിതാവ് ലോത്തിനോട് പറഞ്ഞു തീരുന്ന താമസം ലോത്ത് എന്തെന്നറിയാമോ? യേശുവിനെ കൊണ്ട് പൊയ്ക്കോ, അത്ഭുതം നടക്കാൻ പോവുക. ഇന്ന് രാത്രി കാണേണ്ടവനെ കണ്ടു മടങ്ങ് ചില വിടുതകൾ നടക്കാൻ പോവുക. കണ്ടു മടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു നിന്നെ വെറും കൈയോടെ വിടത്തില്ല, അവൻ ഇന്ന് രാത്രി നിന്റെ കൂടെ സഞ്ചരിക്കുവാനിടയത്തിനും. ലോത്ത് നോക്കിയപ്പോ നീരോട്ടമുള്ള സോദോം ഗോമോറ കണ്ടു. ഇങ്ങനൊരു കാര്യം കണ്ടപ്പോ നല്ലതാണെന്ന് തോന്നിയപ്പോ എന്താ പറഞ്ഞറിയാമോ? ഇങ്ങനെ സ്വപ്നം ചില പുള്ളികൾ ഇങ്ങനെ ഒന്നും വേണ്ടെന്ന് പറയും, നല്ലത് കാണിക്കുമെന്ന് അറിയാമോ? അപ്പച്ചന്റെ നിർബന്ധം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാൻ, അപ്പച്ചന്റെ ഒക്കെ നിർബന്ധം അതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തിൽ എനിക്കൊരു പറയാനുള്ളൊരു ദൂത്, ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ച സ്തോത്രം യുദ്ധസന്നദ്ധതയോട് നിൽക്കുന്ന ഗോലിയാത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ നിന്ദിക്കുന്ന ദൈവത്തിന്റെ നാമത്തില് ഞാൻ വരുന്നത്. ഇട്ടേക്കല്ലേ കേട്ടോ, ദൈവത്തിലെ ശീലമില്ലാത്ത എടുത്തിട്ടേക്കല്ലേ. ശീലമില്ലാത്തത് കൊണ്ടല്ല ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്, ദൈവം നിന്നെ പഴയ ലെവലിൽ അനുഗ്രഹിക്കാൻ പോവുക. ശ്രദ്ധിക്കേണ്ട ദൈവത്തിലെ ശീലമില്ലാത്തത് ദാവീദ് താത്തു വെച്ചപ്പോ ഒരു കാര്യം സംഭവിക്കുക, നടക്കുന്നത് മറ്റൊന്നുമല്ല. ദാവീദ് ഗോലിയാത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല ദൈവം നിന്നെ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തോ നിന്നെ അപമാനിക്കപ്പെട്ടിരിക്കുന്ന കുടുംബത്തിൽ നിന്റെ മേൽ രോഗം എഴുതിയിരിക്കുന്ന വിഷയത്തിന് നടുവിൽ ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ കഴിവോ മിടുക്കോ അല്ല ഞങ്ങൾ തെളിയിക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി നീ ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. എത്ര പേരാമേൻ പറയും? നിൽക്കാൻ സമയമില്ല, ഓടി വരട്ടെ. താൻ യുദ്ധമൊക്കെ ചെയ്ത് ഗോലിയാത്ത് താഴെ വീണതല്ല വിഷയം. തനിക്ക് 3 വിധ സമ്മാനം കിട്ടി. 3 വിധ സമ്മാനം ഇതായിരുന്നു. ഒന്ന്, തനിക്ക് വീട്ടുകാരാലോചിക്കാതെ ഒരു പെണ്ണിനെ കിട്ടി. വലിയ പ്രതീക്ഷയോടെ വിടുന്നത്. അവരുടെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ചെരുപ്പൂരി കാല് എഴുതി കയറണം. ഇതൊക്കെ കണ്ടാ വേറിയത്. സ്വത്രം. രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ ഭാഗത്തായെങ്കിൽ പിന്നെ പഴയ മാടക്കടയിൽ പോയി നിർത്തണമെന്ന്. ഇപ്പൊ വീടി വലിക്കത്തില്ല, വീടി വലിക്കുന്നവരെ നോക്കിക്കണ്ട് രസിക്കുക, അത് വല്ലാത്തൊരു രസമാണ്. ഇപ്പൊ കൊതിഞ്ഞോളെ പറയത്തില്ല, കേക്കത്തേയുള്ളൂ സഹോദരിമാരും, അതും വല്ലാത്തൊരു രസമാണ്. ഹലോ, ഇപ്പം സ്വത്രം അയലത്തെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പാര വെക്കത്തില്ല, പിന്നെ പാരവെപ്പ് മൊത്തം ഫോണിൽ കൂടാ. അതും വേണ്ടാതെ ഗ്ലോറി. സ്വത്രം പറയുന്നില്ല, എന്തോ ആണെന്നറിഞ്ഞൂടാ, കുഴപ്പം ഇവിടെ എന്തോ ഉണ്ട്. പ്രൈസല്ലോ. ഇന്ന് രാത്രി അത് വേരോടെ തകരുമെങ്കിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ഇന്ന് രാത്രി അത്ഭുതം നടക്കണോ? സ്വത്രം ഇന്ന് തകർന്നേ പറ്റത്തുള്ളൂ. ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? ഉള്ളവരാമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ ദൈവമേ, ഒരു കാര്യം സത്യമാ, വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തിയോട് അവിടെ പാർക്കുന്ന ജനത്തെക്കുറിച്ചൊരു വെളിപ്പാടില്ലാത്തത് കൊണ്ട്, യാഥാർത്ഥ്യ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട്, പിന്നെ പരിവത്തി അബ്രഹാമിനോട് ചോദിച്ചു വാങ്ങിച്ചതായതുകൊണ്ട് അതിൽ കയറി ദൈവത്തെ കൊണ്ടുപോയില്ല കേട്ടോ. നല്ലത് കണ്ടപ്പോ ദൈവത്തെ കൊണ്ടുപോയില്ല. ചിലരങ്ങനെ, ചില പുള്ളികൾ പ്രാർത്ഥിച്ചു ഭവനവും കാറും ഒക്കെ കൊണ്ടുവരും. പക്ഷെ ഒരിക്കൽ പോലും അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, ഒരിക്കൽ പോലും ഒരു കൂട്ടായ്മ നടത്തത്തില്ല. സ്വത്രം. വിളിച്ചൊക്കെ പറയും, ബ്രദറേ പ്രാർത്ഥിക്കണം. എന്നിട്ട് അപ്പുറത്തോട്ട് മാറി പറയും, ഓ ഇവന്മാരൊക്കെ ആരാ ടൈപ്പ് എന്ന് പറഞ്ഞൂടെ, കള്ളന്മാരാ. പക്ഷെ സ്വത്രം വൈകിട്ടൊന്നും ഇതറിയാം, ഫോണിൽ വിളിച്ചപ്പോ എന്റെ പൊന്നു ബ്രദറേ ഒന്ന് പ്രാർത്ഥിക്കണേ. സ്വത്രം. പരസ്യമാക്കുന്ന എന്താ അറിയാവോ? പുറത്ത് അവര് പറയുന്ന പരസ്യം സ്വത്രം തട്ടിപ്പ്
കേസാണ്, ഇതൊക്കെ ഭയങ്കര തട്ടിപ്പാ. സ്തോത്രം. ഞാൻ പറയട്ടെ, സ്തോത്രം പറയുന്ന കൊള്ളാം, പക്ഷെ സ്തോത്രം അതിനകത്തിട്ട് ICU റൂമിൽ പോലും കയറ്റാത്ത നിലയിൽ സൈലന്റ് ആയിട്ട് അങ്ങ് പോവും. പിള്ളേർ 4 തന്നെ അറിയത്തുള്ളൂ. ഹലോ, സ്തോത്രം. നല്ലത് പറഞ്ഞു. നീ കാരണത്താൽ ഒരു വ്യക്തി പിന്മാറിപ്പോകല്ലേ, നീ കാരണത്താൽ ഒരു വ്യക്തി മുന്നേറി വരണം. എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രി ഈ സുവിശേഷ മഹായോഗത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഞാൻ കാരണത്താൽ സ്തോത്രം എനിക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ഞാൻ എന്റെ കൂടെ നിൽക്കുന്നതിനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് തന്റെ ഇടത്തോടെ പറയുമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വർഗീയ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്. എനിക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തിയോട് ദൈവാത്മാവിന്റെ കാറ്റ് അതിശക്തമായി വീശുന്നത് എനിക്ക് അനുഭവപ്പെടുവാൻ കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇന്ന് രാത്രി ദൈവം ചിലതിനെ വളരെ ശക്തിയോടെ മന്ദമായ നിലയിൽ അനുഗ്രഹിച്ചു പറഞ്ഞയക്കാൻ പോകുന്നു. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുമെന്ന് നേരിയതായ ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഇതിലെ നല്ലത് കാണാൻ പറയുന്നത്. മനസ്സിലാകുന്ന രാമൻ പറഞ്ഞ സ്തോത്രം. ദിവസം പറഞ്ഞു സ്തോത്രം. വർഷങ്ങളും കഴിഞ്ഞുപോയി. അബ്രഹാം അപ്പച്ചൻ ഇപ്പം വാഗ്ദത്തമായിട്ട് ഇങ്ങനെ നിൽക്കുക. അബ്രഹാം അപ്പച്ചന്റെ വീട്ടിൽ 3 ദൈവപുരുഷന്മാർ വന്നു. 3 ദൈവപുരുഷന്മാർ വന്ന എന്തിനാണെന്നറിയാമോ? അബ്രഹാം അപ്പച്ചനെ അനുഗ്രഹിക്കാൻ. പക്ഷെ അബ്രഹാം അപ്പച്ചൻ സ്തോത്രം ഇവരോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കയറി ആഹാരം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അതിനൊന്നും സമയമില്ല, ഒരു കാര്യം ചെയ്യാം, നീ വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു. മെമ്പറുടെ തൊപ്പി പിടിച്ചിരുത്തി. ചില ചേമാരെങ്ങനെ സ്തോത്രം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടിലുള്ളത് എങ്ങനെ എന്തോ പറയുമെന്നുള്ള പേടിയാ. ഹലോ, ചില സഹോദരിമാർക്ക് വീട്ടിൽ കൂട്ടായ്മ നടത്തണമെന്നുണ്ട്, പക്ഷെ വീട്ടിലുള്ള പുള്ളിയെ കാണുമ്പോ സ്തോത്രം പിന്നെ സൂത്രമായി പോവുക. ഹലോ, സ്തോത്രം. ചിലർക്ക് സ്തോത്രം കൂട്ടായ്മയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പോകാത്തതിന്റെ ഒരു കാരണം സഹോദരങ്ങളുടെ മധ്യത്തിലാണ് കിടക്കുന്നത്. ഫ്രൈഷല്ലോ, എന്തോത്തിന് പോയാലും ദൈവത്തെ വിളിക്കാൻ പോകല്ലേ എന്നാ പറയുന്നത്. സ്വത്രം ഒരു കാഴ്ചപ്പാടോട് പറയും, നമ്മുടെ അപ്പച്ചന്മാര് വിളിച്ചിട്ടും നിരങ്ങിട്ടും ചാടിയിട്ടും ഒന്നല്ല അവരെ ദൈവം അനുഗ്രഹിച്ചത്. സ്വത്രം പാരമ്പര്യമായി ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. സ്വത്രം പറയട്ടെ, പാരമ്പര്യം അനുഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു ദൂത് പറയാം, പാരമ്പര്യ രോഗം നിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് രാത്രി പാരമ്പര്യ പ്രകാരം അനുഗ്രഹം പ്രാപിക്കാതെ സ്വർഗീയ കൃപയിൽ സന്തോഷിക്കാമോ? ദൈവം വെളിപ്പെടും. ഹോസ്പിറ്റലിൽ ഡയബറ്റിക് ആയിട്ടോ BP പേഷ്യന്റ് ആയിട്ടോ PhD ആയിട്ട് ചെല്ലുമ്പോ ഡോക്ടർ ചോദിക്കും, വീട്ടിലാർക്കേലും ഈ രോഗം? എന്നെ പറയും, വീട്ടിൽ അമ്മച്ചിയെ കണ്ടെത്തിയ ആളായി. സ്തോത്രം. വിളിയില്ല, പറച്ചില്ല. അമ്മ ജീവനോടുണ്ടെന്ന് പോലും മോക്കറിയത്തില്ല. മോള് പറയും, എന്റെ ചെറുപ്പകാലത്ത് ആസ്മ പിടിച്ചു പോവാ, ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറുപ്പകാലത്ത് അമ്മച്ചി ഇങ്ങനെ വലിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ അന്ന് ഒത്തിരി ചിരിച്ച, പക്ഷെ ഇപ്പൊ ഞാൻ ആ വലി അങ്ങോട്ട് വന്നപ്പോൾ ആ മനസ്സിലായത് വല്ലാത്ത വലിയാന്ന്. സ്തോത്രം. മക്കളെ, പാരമ്പര്യമുണ്ട്, യേശുവിനെ വേണോ? സ്തോത്രം. പാരമ്പര്യം വേണമെങ്കിൽ പാരമ്പര്യവും കൂടെ ഉണ്ട്. എത്ര പേരാമെന്ന് പറയും? ഡയബറ്റിക് പിടിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, സ്തോത്രം, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? എന്റെ അപ്പച്ചനൊന്നും ഒരു രോഗമില്ല. ഇപ്പോഴും പുള്ളി 4 ഗ്ലാസ് സ്തോത്രം, ഒരു ഗ്ലാസിനകത്ത് 4 സ്പൂൺ പഞ്ചസാര ഇട്ടാ കഴിക്കുന്നത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ എന്റെ കൊച്ചിനെ കുറിച്ചാണുള്ളത്. അതെന്താ ടെൻഷൻ കൊച്ചിനെ കുറിച്ചുള്ളത്? സ്തോത്രം. കൊച്ചിനെ കുറിച്ചുള്ള ടെൻഷൻ ഇത്രയേ ഉള്ളൂ. സ്തോത്രം. അവർക്ക് 10 വയസ്സായുള്ളൂ. സ്തോത്രം. ഇനി 10 വർഷം കൂടെ കഴിയുമ്പോൾ കെട്ടിച്ചു വിടാനുള്ള ടെൻഷനാ. സ്തോത്രം. എന്റെ പൊന്നപ്പച്ച അമ്മച്ചി, സ്തോത്രം, നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം ചിന്തിക്കേണ്ട. 10 വർഷം കഴിഞ്ഞിട്ട് നീ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. സ്തോത്രം. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ കുറിച്ച് കരുതിക്കണം, നാളത്തെക്കുറിച്ച് കരുതാൻ ഹലോ, നാളത്തെക്കുറിച്ച് കരുതാൻ നീ പോകരുത്. പോയ ടെൻഷൻ ഉണ്ടാകും. ഇന്നുള്ളത് മതിയെന്നേ. സ്തോത്രം. ആരാ ജാതി എന്നറിയാമോ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഈ വകയൊക്കെ ആരന്വേഷിക്കുന്നു? ജാതികൾ. അപ്പൊ ഇവിടെ ആരെങ്കിലും ചിന്തിച്ചാൽ ആരാ ജാതി? പറ. സഭയൊന്നുമല്ല പറഞ്ഞത്. ഏത് സഭക്കാരനോടുള്ള ദൂതാ പറഞ്ഞേക്കുന്നത്? സ്വത്രം. പാസ്റ്ററായ ഞാൻ വിചാരിക്കുക, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ഞാൻ ചിന്തിച്ച ദൈവം പറഞ്ഞു, നീ ജാതിയാ. എത്ര പേരാമൻ പറയും? ഇന്ന് രാത്രി ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്യാമോ? സ്വത്രം. ഞാൻ അവന്റെ രാജ്യനിധി അന്വേഷിക്കുന്നു, അതോടുകൂടെ ഞാൻ ചിന്തിക്കുന്ന സകലതും വിടുതലായി വരും.
സകലത വിടുതലായി വരും. മടങ്ങി വരട്ടെ ദൈവത്തിലെ. അബ്രഹാം പിതാവിന്റെ വീട്ടിൽ ചേട്ടത്തിയോട് എന്ന് പറഞ്ഞു, ഇടി പെട്ടെന്ന് തടിച്ച ഒരു കുഞ്ഞാടിനെ പാകം ചെയ്തു. 3 ഇടങ്ങഴി മാവ്. അപ്പച്ചൻ പറഞ്ഞ പ്രകാരം അമ്മച്ചി ചെയ്തു കേട്ടോ. അതിയെപ്പറ്റായിട്ടൊന്നും ചെയ്തില്ല. ചില സഹോദരിമാര് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ അതിയെപ്പറ്റി. ഹലോ, നിങ്ങൾ ഇവിടെ അല്ലയോ? ഇവിടെ ആയിരിക്കുന്നൊരു സ്വത്രം പറഞ്ഞേ. അബ്രഹാം പിതാവ് നല്ലൊരു കുഞ്ഞാടിനെ 3 ഇടങ്ങഴി മാവും സ്തോത്രം പാകം ചെയ്ത് ദൈവദൂതന്മാർക്ക് കൊടുത്തപ്പോ അബ്രഹാം പറഞ്ഞു, അടുത്ത ആണ്ടി നിന്റെ സഹോദരി വിടുതൽ പ്രാപിക്കാൻ പോവാ, നല്ലപോലെ കൊടുക്ക്, ചില വിടുതൽ നടക്കാൻ പോവാ. സ്വത്രം പറയുന്നില്ല. പറയട്ടെ ദൈവമേ, വർഷം കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തിനെ മരുഭൂമി കൂടെ നടത്തിക്കൊണ്ട് പോയപ്പോ അബ്രഹാമിനെ ദൈവം ഓർത്തിട്ട് അവൻ കൊടുത്ത പ്രകാരം തലമുറയെ മാനിക്കാനിടയായി. ഇന്ന് രാത്രി കൊടുത്തോ തലമുറയ്ക്ക് അനുഗ്രഹം ഉണ്ടാകാൻ പോവാ. സ്വതന്ത്രം. ദൈവത്തെ മാനിക്കുന്നവന്റെ തലമുറ ദൈവം മാനിക്കാൻ പോവാ. ദൈവത്തെ ഉയർത്തുന്നവന്റെ തലമുറ ദൈവം ഉയർത്താൻ പോവുക. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? ഇന്ന് രാത്രി ആമേൻ പറയുമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇന്ന് രാത്രി നീ എഴുന്നേൽക്കുന്ന മുമ്പ് അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കും. ഇന്നലെ വരെയും സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് തീരുമാനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ തീരുമാനമെടുത്തു തുടങ്ങുക. അത്ഭുത മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ഞാനൊന്ന് പറയട്ടെ, ദൈവം നിന്നെ ഐശ്വര്യമായി ഈ രാത്രി അനുഗ്രഹിച്ചു തുടങ്ങാൻ പോവുകയാണ്. മടങ്ങി വരട്ടെ. സഹോദരിയുടെ അനുഗ്രഹം എല്ലാം കടന്ന ശേഷം അബ്രഹാം പറഞ്ഞു, ഞാനൊരു പട്ടണത്തോട് അത്ഭുതം ചെയ്യാൻ പോവാ, പട്ടണത്തെ കത്തിക്കാൻ പോവാ. സോദോം ഗോമോറെ ദൈവം നശിപ്പിക്കാൻ പോകും. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞിട്ടാ നശിപ്പിച്ചത്. എന്താണ് കാരണം എന്നറിയാമോ? നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ അബ്രഹാമിനോട് പറഞ്ഞു. കാരണം എന്താണെന്നറിയാം? ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്. സ്വത്രം. ദൈവത്തിലെ വിളി കേട്ടവന്റെ കൂടെ ഇറങ്ങി തിരിച്ചവനെ നശിപ്പിക്കുന്നു മുമ്പ് വിളി കേട്ടവനോടൊന്ന് പറയും. എത്ര പേരാമേൻ പറയും? ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസ, നീ പ്രാർത്ഥിക്കുമ്പോ വിളി കേട്ട നിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ സ്വരം കേട്ട് ആ സ്വരം ജനത്തോട് വിവേചിച്ചു പറഞ്ഞ് ആ സ്വരത്തിൽ കീഴ്പ്പെട്ടവർ പിന്മാറിപ്പോയാലും നശിക്കുന്നതിന് ഒരു വാക്ക് നിന്നോട് പറഞ്ഞിരിക്കും. അനേക സംഭവങ്ങൾ ദൈവം സന്ദർശിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് രാത്രി പറയാനുണ്ട്. എന്നാൽ ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് രാത്രി ഒന്ന് പറയട്ടെ. സ്തോത്രം. അബ്രഹാം പിതാവിന്റെ കൂടെ ഇറങ്ങിയ ലോത്തിനെ ലോത്ത് താമസിക്കുന്ന പട്ടണത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാമിനോട് കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, നാം പാർക്കുന്ന ഭൂമി നശ്വര ഭൂമിയാണ്. ഇത് തീക്കിരയായി തീരും. ഇവിടെ എന്തൊക്കെ കൂട്ടിവെച്ചാൽ ശക്തമായി ദൈവവചനം എടുത്തു പറയുക. പാപം ആ പട്ടണത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോ ദൈവം ദൂതന്മാരെ അവിടേക്ക് അയച്ചു. ആരുടെ പ്രാർത്ഥന പ്രകാരം? പ്രാർത്ഥന പുരുഷനായ ഒരു അബ്രഹാമിന്റെ പ്രാർത്ഥന പ്രകാരം ഈ പട്ടണത്തിന് വേണ്ടി കരയുന്ന ദൈവദാസന്മാരുടെ നിടുവിൽ നിൽക്കുന്ന ദൈവജനത്തിന്റെ നിലവിളി പ്രകാരം ഇതാ കൺവെൻഷൻ യോഗങ്ങൾ സ്വർഗം ഇവിടെ ഒരുക്കിയാക്കുക. ചിലരെ കൂടി ദൈവത്തിന് രക്ഷിക്കുമോ? സ്തോത്രം. ഓടി വരട്ടെ. ലോത്തിന്റെ പട്ടണത്തിൽ ദൈവദൂതന്മാർ ചെന്നു. ലോത്ത് വളരെ പ്രാർത്ഥനയോടെ നിർബന്ധിച്ച് വീടിനകത്ത് കയറ്റി. ലോത്തിനോട് പറഞ്ഞു, പൊന്നു മോനെ, ഈ പട്ടണം നശിക്കാൻ പോവുക. നീ നേടിയതും തേടിയതും ഒക്കെ ഇവിടെ കളഞ്ഞിട്ടു. പഴയ നിയമത്തിലെ ഉൽപ്പത്തിയിലെ വരുന്ന പ്രശ്നങ്ങളായത് ഉൽപ്പത്തി തന്നെ നിൽക്കുക. ശ്രദ്ധിക്കണ ദൈവത്തിലെ വേദപുസ്തകം പറയുന്നു, നിന്നെ നിന്റെ കുടുംബത്തെ രക്ഷ പ്രാപിക്കാൻ ഞാൻ ഉച്ചാരണത്തിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ മീറ്റിംഗ് എന്തിനാണെന്നറിയാമോ? ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ച വിടുതലാണ്. ഇതാ ലോത്തിനെ കുടുംബത്തെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുകയാണ്. ഈ ശബ്ദത്തിന് മുമ്പിൽ ലോത്ത് കുടുംബം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ലോത്തിന് ഉൽപ്പത്തി 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോത്ത് ദൈവ ശബ്ദത്തിന് മുമ്പിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്റെ ബന്ധുമിത്രാദികൾ സ്നേഹിതരിൽ ആരെങ്കിലും നിന്റെ കൂടെ പുറപ്പെടാനുണ്ടെങ്കിൽ അവരെ വിളിച്ചു പറ. ഈ പട്ടണം നശിക്കാൻ പോവുക, ഈ പട്ടണം തകരാൻ പോവുക, ഈ പട്ടണം കത്തിച്ചാമ്പലാകാൻ പോവുക. പറഞ്ഞപ്പോ എന്ത് പറഞ്ഞെന്നറിയാമോ? പെൺമക്കൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആമ്പിള്ളാര് പറഞ്ഞു, എല്ലേപ്പച്ചൻ ചുമ്മാ കളി പറയുക. എല്ലേപ്പച്ചൻ ചുമ്മാ ഇന്ന് രാത്രി നാം സുവിശേഷം പറയുമ്പോൾ ചിലർ പറയും, ഇവന്മാർക്കൊക്കെ ഒരു പണിയില്ലാഞ്ഞിട്ട് എന്ത് ചെയ്യുക? കിടന്നലറുക, വിളിച്ചു നോക്കുക, കൈ പൊക്കിക്കുക.
പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ പട്ടണം കത്തിയെരിയാൻ പോവാ. നിത്യജീവൻ ഓഹരിക്കാരനായാൽ നീ നിന്റെ ജീവിതം ധന്യമായി കഴിഞ്ഞു. എത്ര പേരാമേൻ പറഞ്ഞു ദൈവത്തിലെ? ശ്രദ്ധിക്കണേ, മരുമക്കൾ പറഞ്ഞു ഇത് കളി പറയുകയാണ്. ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ സ്തോത്ര ഘോഷണം കേൾക്കുവാൻ നീ കറുത്ത വേദപുസ്തകം എടുത്ത് ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പലരും നിന്നെ കണ്ട് തലയാട്ടി ചിരിച്ചേക്കാം. ഒന്ന് പറയട്ടെ, നിനക്ക് വേറെ ഒരു പണിയുമില്ല ഇറങ്ങി തിരിച്ചെന്ന് പലരും പറയുമ്പോ നീ അവരുടെ മുമ്പിൽ ലജ്ജിക്കാത്ത സാക്ഷിയാകാൻ പോകുകയാ. അവരുടെ മുമ്പിൽ ലജ്ജിക്കാത്തൊരു സാക്ഷിയാകാൻ പോകുകയാ. എത്ര പേര് ഇന്ന് രാത്രി ആമേൻ പറയും? ലജ്ജിക്കാത്ത സാക്ഷിയാകാൻ പോകുകയാ. ഇന്ന് രാത്രി ലജ്ജിക്കാത്ത സാക്ഷിയാകാൻ പോകുകയാ. പലരും നിന്റെ രോഗം മാറുന്നില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ചു നിന്ദിക്കപ്പെടുമ്പോ സ്തോത്രം ഇതൊരിക്കലും മാറത്തില്ലെന്ന് ഡോക്ടർമാർ മെഡിക്കൽ സയൻസ് വിളിച്ചു പറയുമ്പോ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള സദ്വർത്തമാനം, നീ യേശുവിനെ വിശ്വസിക്കുമ്പോൾ ഒന്ന് കാര്യം സംഭവിക്കും. നീ രോഗം സംഭവിക്കുക മാത്രമല്ല, നിത്യജീവനും കൂടി ഓഹരിക്കാരിയാകും. എന്നാൽ യേശുവിനെ വിട്ടിട്ട് പോകല്ലേ. പരിശുദ്ധവചനം എടുത്തു പറയുന്നു, ലോത്തെ നീ നിന്റെ കുടുംബമായി പുറത്തു വാ. വരാൻ താമസിച്ച് ഒരു കാര്യം കൂടെ ദൈവദൂതം ചെയ്തു. ഇവരുടെ കൈക്ക് കയറി. അതുകൊണ്ടാണ് ദൈവദാസന്മാർ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഫോൺ ചെയ്യുന്നത്. എന്താ വരാത്തത്? സ്തോത്രം. നിങ്ങൾ പറയാറില്ലേ, അബദ്ധത്തിന് അവന്മാരുടെ നമ്മുടെ തല കൊണ്ട് വെച്ചേക്കുക. ഇപ്പൊ കണ്ടില്ലെങ്കിൽ അവന്മാര് ആ ശല്യം സഹിക്കാതിരിക്കാൻ വേണ്ടി വരുക. എന്നാൽ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, ഇതിന്റെ പുറകിൽ ആത്മീയതുകൊണ്ട് ഈ പട്ടണം നശിക്കാൻ പോവുക. നിന്നെ നേടാനാ ദൈവത്തിന്റെ പ്ലാൻ. എത്ര പേരാമേൻ പറയും? ഇന്ന് രാത്രി ദൈവത്തിലെ ഈ കൺവെൻഷൻ യോഗത്തിൽ കൂടി നിന്നെ നേടാനാ ദൈവത്തിന്റെ പ്ലാൻ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം സംഭവിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ നേടിയെടുക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ നേടിയെടുത്താൽ ഒരു കാര്യം കൂടെ നടക്കും. ദൈവത്തിന്റെ വചനപ്രകാരം നിന്നോണം. ഞാൻ എടുത്തു പറയട്ടെ, ദൈവദൂതന്മാരുടെ ശബ്ദം അവരുടെ കേട്ടിട്ടും അനുസരിക്കാൻ കയറി പിടിച്ചുകൊണ്ടുപോയി. ഇന്ന് രാത്രി ഈ പട്ടണത്തോട് സത്വർത്തമാനം പറയാനുണ്ട്. ചില ജീവിതങ്ങളെ ദൈവം കയറി പിടിക്കാൻ പോവുക. വിളിച്ചിട്ട് വരാതിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം കയറി പിടിക്കാൻ പോകുകയാണ്. നശിപ്പിക്കാനല്ല ദൈവം പിടിക്കാൻ പോകുന്നത്, നന്നാക്കാൻ പിടിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ശബ്ദപരിധിയിലായിരിക്കുന്ന ചില ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആത്മീയമാർമ്മം വിളിച്ചു പറയുമ്പോൾ നശിപ്പിക്കാനല്ല ദൈവം പിടിക്കുന്നത്, നന്നാക്കാൻ കയറി പിടിക്കാൻ പോകുകയാണ്. എത്ര പേര് ആമേൻ പറയും? ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസിയെ നിന്നെ നശിപ്പിക്കാനല്ല ദൈവം പിടിക്കാൻ പോകുന്നത്, നന്നാക്കാൻ പിടിക്കാൻ പോകുകയാണ്. എന്നാൽ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ലോകവും അതിന്റെ മോഹവും അഴിഞ്ഞു പോകുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്ന ദൈവവേദന നിലനിൽക്കുമെങ്കിൽ ഇന്ന് രാത്രി മുമ്പേ അവന്റെ രാജ്യം നീ അന്വേഷിക്കുന്ന ദൈവവേദനെ ഇന്ന് രാത്രി നിന്റെ രോഗത്തിന്റെ വിഷയത്തിന് നടുവില്ല, കടഭാരത്തിന്റെ വിഷയത്തിന് നടുവില്ല, സാമ്പത്തിക തകർച്ചയുടെ വിഷയത്തിന് നടുവില്ല, നിന്റെ കുടുംബഭാരത്തിന് നടുവില്ല, എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നിനക്ക് മതിയായവനായി തീരാൻ പോകുകയാ. ഒറ്റ ഒരു കാര്യം ചെയ്യണം, മുമ്പ് അവന്റെ ശബ്ദം കേൾക്കണം, മുമ്പ് അവന്റെ കാര്യം ക്രമീകരിക്കണം, മുമ്പ് അവന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കണം, മുമ്പ് നീ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഓടണം. എത്ര പേർ അതിനുവേണ്ടി ഒരുക്കപ്പെടും? അവർ കരമെടുത്ത് സ്വത്രം പറഞ്ഞാട്ട്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കും, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ഓടും, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഞാൻ നിലനിൽക്കും. അങ്ങനെ നിങ്ങൾ തീരുമാനത്തോടെ നിൽക്കുമെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാത്രി നീ വെറും കൈയോടെ ഇവിടുന്ന് പോകത്തില്ല. ഇന്ന് രാത്രി നീ വെറും കൈയോടെ പോകത്തില്ല. ഒരിക്കൽ സ്തോത്രം യേശു സ്നേഹിച്ച ബെഥന്യ ഭവനത്തിൽ രോഗം പിടിക്കപ്പെട്ട് മരണത്തോടുള്ള ബന്ധത്തിൽ ലാസർ മരിച്ച് മാറ്റപ്പെട്ട് നാറ്റം വെച്ച 4-ാം നാളായപ്പോൾ പലരും പറഞ്ഞ് പരിഹസിച്ചു നിന്ദിക്കുമ്പോൾ ലാസറിന്റെ സഹോദരിമാർക്ക് 2 കാര്യമേ പറയാനുള്ളൂ, അവർക്കൊന്നേ പറയാനുള്ളൂ. ആ 2 പേരും ഒരു കാര്യം പറയുക, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ തകർച്ചയുടെ നടുവില, നിന്റെ പ്രശ്നങ്ങളുടെ നടുവില, നിന്റെ പോരാട്ടങ്ങളുടെ നടുവില ഇന്ന് രാത്രി ഒന്ന് സമ്മതിച്ചു കൊടുക്കുക, യേശുവേ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി മാറിപ്പോകും. എന്റെ കുഞ്ഞിന്റെ മന്ദത മാറിപ്പോകും, എന്റെ കുഞ്ഞിന്റെ ബുദ്ധിശൂന്യത മാറിപ്പോകും, എന്റെ കുഞ്ഞിന്റെ ജോലിയിലുള്ള തടസ്സങ്ങൾ മാറും, എന്റെ കുഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ ഉറയ്ക്കപ്പെടും, എന്റെ കുഞ്ഞിന്റെ മദ്യപാന ശീലം മാറും, എന്റെ കുടുംബത്തിനകത്ത് യേശു വന്നു കഴിഞ്ഞാൽ സമാധാനം പാടേ വന്നു കയറും. ഞാൻ സമാധാനത്തിന്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല, സമാധാനത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞാൽ സമാധാനം സ്വതവേ വന്നു കയറും. എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ പറയട്ടെ, സ്തോത്രം. മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു കാര്യം എടുത്തു പറയട്ടെ, സ്തോത്രം. ലോകത്തിലുള്ള ഒന്നിനെയും നീ കണ്ടുകൊണ്ട് അതിന്റെ കാര്യം പറയല്ലേ. പറയാനൊന്നുണ്ടെങ്കിൽ സ്തോത്രം നിലനിൽക്കുന്ന യേശുവിനെ നോക്കിയോണം. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം വിശല്ലോ. ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദാവീദ് ഇങ്ങനെ പറയും, ഞാൻ അവങ്കിലേക്ക് നോക്കിയത് കൊണ്ട് ഞാൻ പ്രകാശിക്കപ്പെടുവാനിടയായി തീർന്നു. ലോകത്തിലുള്ളതിനെ നോക്കാതെ ലോക ചമച്ചവനെ നോക്കിയപ്പോൾ അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വരാൻ തുടങ്ങി. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവൻ
പിതാവിലേക്ക് നോക്കിയത് കൊണ്ട് ഞാൻ പ്രകാശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഞാൻ ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കിയില്ല. നോക്കേണ്ടവരെ നോക്കിയാൽ, ലോകത്തെ നോക്കാതെ, ലോകത്തിലുള്ളതിനെ നോക്കാതെ നോക്കേണ്ടവരെ നോക്കിയാൽ ചില മാറ്റങ്ങൾ ഇന്ന് രാത്രി നടക്കും. ഒരിക്കൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, പത്രോസ് ഇതാ കൽക്കടൽ കൂടെ നടക്കുകയാണ്. യേശുവിനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, യേശുവെ നീയാണെങ്കിൽ എനിക്ക് ഈ ചെങ്കടൽ കൂടെ, ഈ കടലിൽ കൂടെ നടന്ന് അങ്ങോട്ട് വരണം. യേശു ഒന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞു, ധൈര്യമായിട്ട് ഇറങ്ങി പുറത്തു വാ. 11 പേരും നോക്കി നിൽക്കേ. പാപം പിടിച്ച പത്രോസ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ യേശുവിനെ നോക്കിയപ്പോൾ പ്രശ്നമില്ല. അവൻ ലോകത്തിലെ പ്രശ്നങ്ങളെ നോക്കിയപ്പോൾ, അവന്റെ പ്രതികൂലമായി വീട്ടിയ കാറ്റിനെ നോക്കിയപ്പോൾ അവൻ നിന്നടത്ത് താഴുവാനിടയായി. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവവേദനയിലെ നീ പ്രശ്നങ്ങളെ നോക്കാതെ, രോഗത്തെ നോക്കാതെ, പോരാട്ടങ്ങളെ നോക്കാതെ, പ്രതികൂല കാറ്റുകളെ നോക്കാതെ ഒറ്റ ഒരു കാര്യം ചെയ്യുക, യേശുവിനെ നോക്കുക. ഇന്ന് രാത്രി നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ നോക്കേണ്ടവനെ നോക്കുക. അത്ഭുതങ്ങൾ നടക്കട്ടെ, നോക്കേണ്ടവനെ നോക്കുക. വിടുതലുകൾ നടക്കട്ടെ, നോക്കേണ്ടവനെ നോക്കുക. നിത്യജീവൻ പകരട്ടെ. ഇന്ന് രാത്രി നോക്കാൻ തയ്യാറാകുമോ? സ്വർഗം അത്ഭുതം ചെയ്യാൻ തയ്യാർ. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറാകുമോ? യേശു നിന്റെ വിഷയത്തിന് മതി മറുപടി തരാൻ തയ്യാർ. ഇന്ന് രാത്രി ഒറ്റ കാര്യം, നീ നോക്കേണ്ടവനെ ഇമ വിടാതെ നോക്കണം. നീ അവനെ നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, സ്തോത്രം, എന്റെ നാമം നിമിത്തം അപ്പനെ, അമ്മയെ, വീട്, നാട്, സഹോദരങ്ങളെ, സ്നേഹിതരൊക്കെ വിടേണ്ടി വരും. എന്നാൽ ഒരു കാര്യം സംഭവിക്കും, നിത്യജീവൻ അവൻ നിനക്ക് തരുവാനിടയായി തീരും. എത്ര പേര് ആമേൻ പറയും? നിത്യജീവൻ അവൻ തരുവാനിടയായി തീരും. നിത്യജീവൻ തരുവാനിടയായി തീരും. അതും മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയതിന്റെ 100 മടങ്ങ് ഇവിടെ വെച്ച് തന്നെ ദൈവം തരുവാനിടയായി തീരും. പിന്നീടല്ല തരാൻ പോകുന്നത്, ഇവിടെ വെച്ച് തന്നെ തരുവാനിടയായി തീരും. നിന്നെ ഈ പട്ടണത്തിൽ രോഗിയാക്കിയെങ്കിൽ ഈ പട്ടണത്തിൽ യേശു സൗഖ്യമാക്കും. നിന്നെ ഈ പട്ടണത്തിൽ കടക്കാരനാക്കിയെങ്കിൽ ഈ പട്ടണത്തിൽ തന്നെ നിന്റെ കടങ്ങളെ ദൈവം മാറ്റും. ഈ പട്ടണത്തിൽ നിന്നെ വേറെ പ്രതികൂല കാറ്റുകളെ പിശാച് വീശെങ്കിൽ, ശബ്ദം ശക്തിയോട് വെല്ലുവിളികൾ ഉയർത്തിയെങ്കിൽ ഈ പട്ടണത്തിൽ തന്നെ ദൈവം നിന്നെ മാനിക്കപ്പെടുവാനിടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി 2 കരങ്ങൾ പഠിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രി പ്രശ്നങ്ങളുടെ നടുവിൽ ജയിക്കുവാൻ യേശു നിനക്ക് അവസരങ്ങൾ തരികയാണ്. പോരാട്ടങ്ങളുടെ നടുവിൽ ജയിക്കുവാൻ യേശു നിനക്ക് അവസരങ്ങൾ തരികയാണ്. ഇന്ന് രാത്രി പ്രശ്നങ്ങൾ കണ്ട് നീ ഭാരപ്പെടണ്ട. എവിടെ നീ പ്രശ്നത്തിലായോ അവിടെ വെച്ച് തന്നെ ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുവാൻ പോകുന്നു. പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, എവിടെ ഇസ്രജനം മാറ കണ്ടു മറ്റൊടത്തേക്കല്ല ദൈവം വിട്ടത്. എവിടെ കയ്പ് കണ്ടോ അവിടെ തന്നെ മധുരമുണ്ടായി. ഇന്ന് രാത്രി നശിച്ചിരിക്കുന്ന നിന്റെ കുടുംബത്തെ നോക്കി, ആരാധനയില്ലാത്ത നിന്റെ ഭവനത്തെ നോക്കി, ആരാധിക്കാത്ത തലമുറയെ നോക്കി നീ ഭാരപ്പെടണ്ട. നീ എന്ത് കണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ പോകുക. ആരാധനയില്ലാത്ത ഭവനത്തിൽ ആരാധനയുടെ മഹത്വം വെളിപ്പെടാൻ പോകുക. നസ്രനായ യേശു നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്ന് ആരാധന വെളിപ്പെടുത്താൻ പോകുന്നു. ആരാധിക്കാത്ത തലമുറ ദൈവവചനം എടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകുന്നു. എത്ര പേരുന്ന് രാത്രി സന്തോഷത്തോടെ കരമടിക്കും? ഇന്ന് രാത്രി ദൈവത്തിലെ സാധാരണ രാത്രിയല്ല, ഈ 2ാം രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയായി മാറാൻ പോകുക. ഈ 2ാം രാത്രി നീ രോഗിയായി നീ ഇങ്ങനെ പറയാറില്ലേ, ഞാൻ പുറത്തിറങ്ങുമ്പോൾ രോഗമില്ല, എന്റെ ഭവനത്തിൽ വന്നു കയറുമ്പോൾ പിന്നെ ഞാൻ രോഗിയായി തീരുന്നത്. ഇന്ന് രാത്രി എവിടെ വെച്ച് നീ രോഗിയാകുന്നു അവിടെ ദൈവം സൗഖ്യം തരാൻ പോകുക. എന്നാൽ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ഈ രാത്രി എനിക്ക് നിങ്ങളുടെ സദ്വർത്തമാനം പറയാനുണ്ട്. അടുത്തുള്ളവരെ വിളിച്ച് അവരോടൊപ്പം യേശുവിനെ ഉയർത്തിയേ പറ്റൂ. എത്ര പേരാമേൻ പറയും? ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ദൈവത്തിലെ നീ ഒരു രോഗിയാണ്, എനിക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്, എനിക്ക് യേശുവിനെ പൂർണ്ണമായി അറിയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹമുണ്ട്, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ എനിക്ക് യേശുവിൽ മൂലം ഒരു വിടുതൽ ആവശ്യമുണ്ടെന്ന് സ്തോത്രം എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു? അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി എനിക്ക് സ്തോത്രം പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ ആവശ്യമുണ്ട്, എനിക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ആവശ്യമുണ്ട്, അവരുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ട്. ഇന്ന് രാത്രി സ്തോത്രം അങ്ങനെയുള്ളവർ എഴുന്നേറ്റാട്ട്, വേഗത്തിൽ അങ്ങനെയുള്ളവർ എഴുന്നേറ്റാട്ട്. ഇന്ന് രാത്രി എനിക്ക് ഒരു രോഗശാന്തി ആവശ്യമുണ്ട്, എനിക്ക് ഇന്ന് രാത്രി പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് വിടുതൽ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുക, ഇത് നിന്റെ രാത്രിയാ. യേശു നിനക്ക് തരാൻ പോകുന്ന വിടുതലിന്റെ രാത്രിയാ. മറ്റാരും നീ ശ്രദ്ധിക്കരുത്. നീ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരുവൻ മനുഷ്യന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ അവനെ കുറിച്ച് ഏറ്റുപറയും. ഒരു കാര്യം സത്യമാ, നീ ദൈവനാമത്തെ വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ രോഗത്തിന് സൗഖ്യം തരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി യേശുവിനെ വിടിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആയിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് രോഗശാന്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റാട്ട്. ഇന്ന് രാത്രി യേശു നിന്നെ വിടിവിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കുന്ന ഫ്രണ്ടിലോട്ട് ദയവായിട്ട് വന്നാട്ട്. സ്തോത്രം ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഫ്രണ്ടിലോട്ട് ദയവായിട്ട് വന്നാട്ട്, മുമ്പോട്ട് വന്നാട്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ മുമ്പോട്ട് വന്നാട്ട്. എന്തിനാ ഞാൻ മുമ്പോട്ട് വരുത്താൻ ചോദിച്ചാൽ,
സ്തോത്രം. നിങ്ങൾ കൂട്ടമായി പ്രാർത്ഥിക്കുവാനാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ ദൈവം ചെയ്ത് മുമ്പോട്ട് വന്നാട്ട് ഇന്ന് രാത്രി മേൽ കൈവച്ചാൽ നിങ്ങൾക്ക് മുഴ, ശരീരത്തിൽ മുഴയുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, കേൾവി കുറവ്, പ്രോട്ടീൻ പ്രശ്നം, ഇന്ന് രാത്രി യൂറിനറി ഇൻഫെക്ഷൻ, ബാക്ക് പെയിൻ, കൊളാപ്സ് ആയിരിക്കും, ഷോൾഡർ പെയിൻ, സ്പോണ്ടിലൈസിസ്, മൈഗ്രെയിൻ, ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ പോകുന്നു. ഞാനിങ്ങനെ പറയും, അവന്റെ അടിപ്പുറത്തിനെ സൗഖ്യമാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് വേണമെങ്കിൽ ആ ഭാഗത്ത് കൈവയ്ക്കുക. ശരീരം മുഴുവനും പോരാട്ടമെങ്കിൽ നിങ്ങളുടെ കരം നിങ്ങളുടെ തലമേൽ തന്നെ വെച്ചാൽ യേശുവിന്റെ വിടുതലിന് മേൽ വരാൻ പോകും. ഞാൻ വിശ്വസിക്കുന്നു ഈ മിനിറ്റിന് യേശുവിന്റെ മണിക്കൂറിൽ ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ അഭിഷക്തന്മാരെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സ്വർഗീയം നടന്നു വരട്ടെ. എല്ലാ പോരിന്റെ ആയുധത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിൽ ചില ശരീരത്തിലേക്ക് ശക്തമായ ചൂടനുഭവപ്പെടുന്നു. ചില ശരീരത്തിലേക്ക് മന്ദമായ നിലയിൽ രണ്ട് ഭാഷകൾ ഉണ്ടാകുന്നു. എല്ലാം ദൂരപരങ്ങളുടെ ശബ്ദങ്ങളുണ്ട്. എനിക്ക് കാണാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം വ്യക്തിയിൽ തലയിൽ നിന്ന് എണ്ണ ഒലിച്ചവർക്ക് പോലെ അഭിഷേക തൈലം ഇന്ന് രാത്രി സൗഖ്യം 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 അതിന്റെ അവകാശം. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ അവകാശം. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ അവകാശം. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ അവകാശം. വിശ്വസിക്കുക, സൗഖ്യത്തിന്റെ അവകാശം. Right now, right now, right now. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇതിന്റെ മാറ്റമില്ലാത്ത സൗഖ്യത്തിന്റെ സൗകര്യം വ്യാപാരം ചെയ്യുന്നത്. യെസ്, റൈറ്റ് നൗ ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ശരീരങ്ങളുടെ തലയുടെ തുടങ്ങുന്നത് ഉച്ചമുതലുള്ള കാണുന്നവര് ഇന്ന് രാത്രി അദൃശ്യമാവുന്ന ശക്തി ഇന്ന് രാത്രി ശരീരങ്ങളുടെ ഇളകി തുടങ്ങുന്നത്. ഇവരുടെ ശരീരത്തിന് അനുവദിക്കുന്ന രോഗത്തിനവർ, ഇവരനുഭവിക്കുന്ന വേദനകളവർ, ഇവരുടെ അസ്ഥികളവർ, മാംസങ്ങളവർ, നാല് നരമ്പകളവർ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി ഈ രാത്രിയിൽ പകർന്നുകൊണ്ടാണ്. ഈ രാത്രിയിൽ പകർന്നുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ പകർന്നുകൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ശരീരങ്ങളുടെ ചലിച്ചു തുടങ്ങുന്നത്. ഈ രാത്രിയിൽ ചലിച്ചു തുടങ്ങുന്നത്. ഇന്ന് രാത്രിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ മുഴകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ മുഴകൾ നടക്കുന്നത്. ഇന്ന് രാത്രിയിൽ മുഴകൾ കാഴ്ച പ്രാപിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വാദങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു രോഗമല്ല. ഇന്ന് രാത്രി രോഗത്താൽ മടങ്ങുവാനല്ല. ഇന്ന് രാത്രി ഒരു രോഗമല്ല. രോഗത്താൽ മടങ്ങുവാനല്ല. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഓരോ രോഗികളും ഇന്ന് രാത്രി സൗഖ്യത്തോടെ മടങ്ങാം. ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിന്റെ കത്തുന്നത് ഒരു പുതിയ ഭേദ. ഇന്ന് രാത്രി അവരുടെ കുടുംബത്തിന്റെ കത്തുന്നത് ഒരു പുതിയ ഭേദ. ശക്തി വ്യാപരിക്കുന്നത്. രോഗികളുടെ ശക്തി വ്യാപരിക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ ശുദ്ധാത്മാവ് ഓരോ ജീവിതത്തിൽ തൊട്ടുവരുന്നത്. നാമത്തിൽ മുടക്കം കളയുന്നത്. ശക്തികൾ അറിയുക. ശത്രുവിന്റെ ശത്രുവിന്റെ
ദൈവത്തിന്റെ തിരുസ്ഥാനത്തിൽ എണ്ണയൊഴിച്ചാൽ എങ്ങനെ ശരീരത്തിലേക്ക് ഒലിച്ചു വരും, അതുപോലെ ദൈവ സാന്നിധ്യം ചില ജീവിതങ്ങൾ ഇറങ്ങുന്നത് പരിശുദ്ധമായി ദർശിക്കുന്നത്. അങ്ങനെ ചില കരം, ദൈവത്തിന്റെ കരമെന്ന് പതിക്കുന്നത് ദൈവാത്മാവ് ചില ജീവിതങ്ങൾ കണ്ടുകൊള്ളും. ദൈവാത്മാവിന്റെ സ്തോത്രം. നീ മുൻപ് വേദന അനുഭവിച്ച ഭാഗത്ത് മുൻപ് നിന്റെ നേരെ എന്തു ഇവിടെ വെളിപ്പെട്ടു കഴിഞ്ഞു. യേശു മാത്രമില്ല. വെള്ളിയപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാനില്ല. നസ്രനായ യേശുവിൻ നാമത്തിൽ സ്വരത്തെ ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ സൗഖ്യമാക്കിയിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ സാക്ഷ്യത്തിനായി ഒരുങ്ങുന്നു. ദൈവിക വിടുതലായി, ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരുന്നതിനായി സ്തോത്രം. ഇതിനകത്ത് യേശുവിന്റെ കരം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവ് തുറക്കുക. യേശുവിന്റെ കരം എനിക്ക് വളരെ ശക്തമായി സ്പർശിക്കാൻ കഴിയും. മുൻപ് നിങ്ങൾ അനുഭവിച്ച പെയിൻ ഇപ്പോൾ അവിടെ കാണത്തില്ല. മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ അസ്വസ്ഥപ്പെട്ടോ, ഞാൻ വിശ്വസിച്ച് പറയുന്നു, ദൈവാത്മാവിന്റെ അധികാരത്തിൽ പറയുന്നു, അതവിടെ കാണത്തില്ല. അനുഭവിച്ചവരുടെ കരങ്ങൾ ഉയർത്തുക. എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ള കരങ്ങൾ ഉയർത്തുക. കരം ഉയർത്തിയവരുടെ സ്തോത്രം. അടുത്തേക്ക് ഒരു മൈക്ക് കൊടുക്കാം. സ്തോത്രം. നിങ്ങൾ ചോദിച്ചാൽ എന്തുവാ സംഭവിച്ചത്? ചോദിച്ചു സഹോദരി പറയുന്നു, വന്ന സമയത്ത് ഭയങ്കര തലയ്ക്കാത്ത വേദനയായിരുന്നു. ഇപ്പോൾ ദൈവശക്തി സഹോദര ശരീരത്തിലേക്ക് ഇറങ്ങി അവർക്ക് ഇടയായി. വന്ന സമയത്ത് ശരീരം വളരെ പെയിനായിരുന്നു, എന്നാൽ യേശു സൗഖ്യമാക്കി. ഇതിനകത്ത് ശ്രദ്ധിക്കുക, ദൈവം വിടിവിക്കുന്നത് നിങ്ങളുടെ പട്ടണത്തിൽ യേശു ഉണ്ടെന്ന് അറിയിക്കാൻ. ഇന്ന് രാത്രി സ്തോത്രം. ഞങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന വേദിയല്ല ഈ വേദി. ഈ വേദി ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം, യേശു ഈ പട്ടണത്തെ സ്നേഹിക്കുന്നു. എത്ര പേരാമേൻ പറയുന്നു? പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, വന്ന സമയത്ത് ഇടത്ത് സൈഡ് ഭാഗത്ത് വലിയ വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെടുവാൻ ഇടയായി. യേശു സൗഖ്യമാണ്. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. യേശു ജനത്തെ സ്നേഹിക്കുന്നു. വിശ്വാസത്തോടെ ആരവന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അവരവരും കൈയോടെ നിങ്ങൾ വിട്ടിട്ടില്ല. യേശുവിന്റെ കരം പ്രിയപ്പെട്ട അമ്മയെ തൊട്ടു സുഖപ്പെടുത്തി. യേശുവിന്റെ ഈ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ വേദനയായിരുന്നു വയറ്റിന്. ഇപ്പോൾ സൗഖ്യമായി. വേദനയുണ്ടോ? യേശു പൂർണ്ണമായി സൗഖ്യമാക്കി. രാത്രി ഒരു കാര്യം ശ്രദ്ധിക്കുക, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹലോ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. വിളിച്ചു പറയാൻ സാധിക്കുമോ? സ്തോത്രം. വിളിച്ചു പറയാൻ സാധിക്കുമോ? യേശു ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ടോ? വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അദൃശ്യമായ കരം താൻ അനുഭവിക്കുവാനിടയായിരുന്നു. പ്രാർത്ഥിച്ച മാത്രമേ അദൃശ്യമാകുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കരം പ്രിയപ്പെട്ടവൾ അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ അവൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് കൂടി നടന്നു കഴിഞ്ഞു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു. യെസ്, ആ കുഞ്ഞിന്റെ നോക്കി. ഞാൻ വീട്ടിൽ അടിമയെ അടിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ വേദനയോടെ അമ്മയാണ് വന്നത്. ഇപ്പോൾ ഇവിടെ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ വേദന മാറി. ഒരു പിച്ചുപേരെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി യേശു എലിപ്പച്ചെറുപ്പമില്ല. യേശു ആഗ്രഹിക്കുന്ന സകലരെയും സൗഖ്യമാക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ. ഈ അമ്മച്ചിക്ക് വളരെ ക്ഷീണത്തോടെയാണ് കടന്നു വന്നത്.
ഡിസംബർ വരെ ആരോഗ്യമുള്ള ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ക്ഷീണത്തോടുകൂടി കടന്നു വന്നു. ഇപ്പൊ വളരെ ശരീരത്തിന് ബലമുണ്ടെന്ന് അമ്മച്ചി അനുഭവപ്പെട്ടു. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷങ്ങൾ വരെയും വളരെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ സ്വർഗത്തിലേക്ക് കഥാവ് പ്രിയ അമ്മച്ചിയെ സൗഖ്യമാക്കി. ഒരു വർഷമായിട്ട് ചെവിക്കകത്ത് ഭയങ്കര ഇടച്ചിലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് അത് പൂർണ്ണമായി സൗഖ്യമായി. ഒരു വർഷക്കാലമായിട്ട് സ്തോത്രത്തിന്റെ കാതുകളിൽ ഞാനിതൊരു ഗുളികയ്ക്ക് വാങ്ങിച്ചതാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വന്നപ്പോൾ വീഡിയോസ് ഓർത്ത് ഈ ഗുളിക കഴിക്കണ്ട, വീട്ടിലുള്ളവരില്ലെങ്കിൽ പോകുന്നത് അവരോട് ഞാൻ വിളിച്ചു പറഞ്ഞു നേരത്തെ പോയിക്കാൻ വന്നേക്കാന്ന് പറഞ്ഞു. വീട്ടിൽ ഞാൻ ഗുളിക എടുത്തിട്ട് ഞാൻ ഓർത്ത് ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പോവല്ലേ, ഒരു വിടുതലും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് ഞാൻ കഴിഞ്ഞ ആ ഗുളിക കഴിക്കാൻ എനിക്ക് ഇടയായില്ല. ഇത് പൂർണ്ണ വിടുതൽ എനിക്ക് ദൈവം സൗഖ്യം തന്നെ. മനോഹരമായ സാക്ഷ്യം. തലയ്ക്ക് വേദനയാൽ ടാബ്ലറ്റ് വാങ്ങിച്ചോണ്ട് വന്നത്. എന്നാൽ ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുന്ന കാരണത്താൽ തനിങ്ങനെ പറഞ്ഞു, എന്നായാലും കൂട്ടായ്മയ്ക്ക് വരുന്നത് യേശു സൗഖ്യമാക്കും. ശ്രദ്ധിക്കുക, യേശു സൗഖ്യമാക്കുന്ന കർത്താവ്. ഇന്ന് രാത്രി പറയേണ്ട അവൻ ചുവന്ന മെല്ലുന്ന രോഗങ്ങളെ സൗഖ്യമാക്കും. അവന് മുഖം ഇഷ്ടമില്ല. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കുന്നു. ഈ പട്ടണത്തെ യേശു സ്നേഹിക്കുന്നു. എത്ര പേര് വിളിച്ചു പറയും, അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, സ്തുതിക്കുന്നു, അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ശരീരം പെടലിയും മൊത്തം പുകച്ചിലായിരുന്നു. പൂർണ്ണമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള നടുവേദനയെ സ്വർഗം സൗഖ്യമാക്കി. ഇന്നു രാത്രി ശുദ്ധീകരിക്കുന്നു. നല്ലവനല്ലോ, അവൻ വല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ. ശ്രദ്ധിക്കുക, ഇന്ന് വന്നിരിക്കുമ്പോൾ എനിക്ക് വളരെ വേദന കൂടുതലായിട്ട് വേദനയാൽ ചില ദിവസങ്ങളാൽ ഭാരപ്പെടുകയായിരുന്നു, കാൽമുട്ടിന്റെ വേദനയാൽ. എന്നാൽ യേശു ഇന്ന് പകലാനുള്ളതിനെ ദൈവം സൗഖ്യമാക്കി. അതിന്റെ അർത്ഥം നിങ്ങൾ വന്നു നിൽക്കുന്ന ദൈവനാമത്തിൽ സ്വർഗത്തിലെ കർത്താവേ, നീയാണ് ഇവരെ ക്ഷണിക്കാൻ പറഞ്ഞത്. ഞാനിവരെ ക്ഷണിച്ചു. നീ വിടിവിച്ചത് ഞാൻ കണ്ടു. എന്നാൽ ചില കൂടി സൗഖ്യം കാണാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ശരീരത്തിന് നടുവിൽ കൽപ്പിക്കുന്നു. നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ സ്ഥാനത്ത് വെളിപ്പെടുന്നു. ഇന്ന് രാത്രി നീ ഇവിടെ വന്നത് വെറുതെയല്ല. ഈ പുരുഷാൻ നടുവിൽ ജനം കാണുന്നത് മുമ്പോട്ട് വന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമം ഇതാ നിലവിൽ വീഴുന്നു. ശക്തമായി 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 ഒരു സ്പർശനം ഇവിടെ വീഴുന്നു. ഈ പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗം സൗഖ്യമാക്കട്ടെ, സ്വർഗം സൗഖ്യമാക്കട്ടെ. കൽപ്പിക്കുന്നു ഈ ദൈവശക്തി സൗഖ്യമാക്കുകയായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. സൗഖ്യമാക്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ മിനിറ്റിൽ ജനം സൗഖ്യമാകട്ടെ. പ്രിയ സഹോദരി പറയുന്നു, വന്ന സമയത്ത് ഇവിടെ നിന്ന സമയത്ത് ഇരുട്ട് പോലെയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വെളിച്ചം, ഇതുവരെ ഇല്ലാത്തൊരു വലിയ വെളിച്ചം അതിലേക്ക് വ്യാപരിക്കാനിടയാണ്. ഈ അമ്മച്ചി തലയ്ക്കകത്ത് ഭയങ്കര വേദനയായിരുന്നു. വന്നപ്പോൾ ഇവിടെ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ച സമയത്ത് ഒരു സൗഖ്യം അനുഭവിക്കുവാനായിരുന്നു. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം തിരിച്ചറിയാൻ കഴിയട്ടെ.
അങ്ങനെയാണെങ്കിൽ കരമടിച്ച് എല്ലാവർക്കും ഒന്ന് പാടാൻ കഴിയുമോ? അവൻ നല്ലവനല്ലോ, എല്ലാ ജീവനങ്ങളും എഴുന്നേറ്റാം, എല്ലാവരും എഴുന്നേറ്റാം. നിൽക്കുന്നവരുടെ കരങ്ങൾ. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കൽപ്പന എനിക്കനുസരിച്ച് ദൈവവചനത്തിന്റെ പൂർണ്ണതയിൽ നിൽക്കുവാൻ ശക്തിയോടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തുക. പരിശുദ്ധ കർത്താവേ, ഇന്ന് രാത്രിയിൽ കര ഉയർത്തപ്പെട്ട ജീവിതങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ ഇതിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. സ്വർഗം തീർത്തല്ലോ. കടന്നു വന്നവരെ നിന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയല്ലോ. അന്യായ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിയല്ലോ. രോഗികളെ സൗഖ്യമാക്കിയല്ലോ. മാത്രമല്ല, ഇന്ന് രാത്രി പരിശുദ്ധിയാത്മാവ് ഈ ദേശത്തോട് സത്വർത്താനം പറയുന്നു. ചില കടഭാരങ്ങളുടെ ചീട്ടുകളുടെയോ വലിച്ചു വരികയാണ്. എന്നാൽ ദൈവാത്മാവ് വളരെ ആഴമായി ഇങ്ങനെ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ദൈവത്തെ അറിഞ്ഞിട്ട് ഒളിച്ചു പാർക്കുന്ന ചില ജീവിതങ്ങളിലേക്ക് 2008 ഭാരമായി തീരാൻ പോകുന്നു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വചനത്തിൽ ദൈവത്തിന്റെ അവസ്ഥയ്ക്ക് വില കൊടുത്ത് നിൽക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ അനർത്ഥങ്ങൾ ദൈവം മാറ്റും. ദൈവവചനത്തിന്റെ സത്യം അറിയാം, ദൈവവചനത്തിന്റെ പൊരുളറിയാം. എന്നാൽ പരകി പാർക്കുന്ന ജീവിതമേ, ഇതാ ദൈവത്തിന്റെ ആത്മാവിന് ദൂത് വിളിച്ചു പറയുന്നു. 2008 2ാം മാസം മുതൽ ചില ശോധനയുടെ കാറ്റിന് നേരെ വീശും. എന്നാൽ ഈ 2008 2ാം മാസം പ്രാരംഭത്തിൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയിൽ ദൈവാത്മ സത്വർത്തനം പറയുന്നു. യേശു നിനക്ക് വിടുതൽ തരുമോ? നീ യേശുവിനെ നിൽക്കുമെങ്കിൽ യേശുവിന്റെ നാമം നീ മൂലം ഉയർത്തപ്പെടുന്നത് മാത്രമല്ല, നിനക്ക് നൽകിയ സൗഖ്യം, നിനക്ക് നൽകുന്ന തലമുറ, ആ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഭൂതറിയിക്കുന്നു. സ്വർഗമേ, ജനത്തെ അനുഗ്രഹിക്കുന്നു. കടന്നുവരെ ബലപ്പെടുത്തണം. നാളത്തെ മീറ്റിംഗ് ദൈവസാന്നിധ്യം ഇറങ്ങും. സ്വർഗീയ അഭിഷേകം മറക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്ധിക ദൈവഭക്തന്മാരെ ഓർക്കുന്നു. കടന്ന ദിവസം ദേവദാസങ്ങൾക്കായി സ്തോത്രം. ജനത്തെ ഓർക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. സമാധാനത്തോടെ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ, എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ, എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവൻ കാത്തിടുവീൻ. ഭൂവാസികളെ യഹോവൻ കാത്തിടുവീൻ. സന്തോഷത്തോടെ തുതിപാടുവിൻ.
എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും പരിശുദ്ധനുമായ കർത്താവേ, അനുഗ്രഹീത നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന ജനത്തെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി സന്തോഷത്തോടെ തന്റെ കുഞ്ഞുങ്ങളെ അയക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന രാത്രിയിൽ തന്റെ ജനത്തിന്റെ മടക്കി യാത്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കടന്നു പോകുന്ന ദൈവ സാന്നിധ്യം തന്റെ ജനത്തിനുമായി കടന്നുപോയി സമാധാനത്തോടെ സന്തോഷത്തോടെ ഭവനങ്ങളിൽ കടന്നു എന്ന കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സകല ജീവിതങ്ങൾക്കും കർത്താവ് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാളത്തെ മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നു. വലിയ ഇന്ന് രാത്രിയിൽ അഭിഷേകത്തോടെ നിർത്തിയ അങ്ങയുടെ ഭക്തിയായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഉപയോഗിച്ച വിധങ്ങൾക്കായി സ്തോത്രം. മഹത്വമെല്ലാം അങ്ങേക്കുള്ളതായിരിക്കട്ടെ. അവിടുത്തെ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും സംബന്ധവും സൗഹാർദ്ദക്കൂട്ടായ്മയും കടന്നു വന്ന സകല ജനത്തിന്മേലും മടക്ക യാത്രയുടെ മേലും നാളത്തെ ദിവസങ്ങളിലെ സുവിശേഷ മഹായുഗത്തിന് മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.